അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഈ ആൾത്താരയിൽ വരുവാനും മക്കളോടുകൂടെ ദൈവനാമം മഹത്വപ്പെടുത്താനും അനുഗ്രഹം തന്നതിന്. ഞാൻ രണ്ടാമത് ആണ് ഇവിടെ സാക്ഷ്യം പറയുന്നത്. എൻ്റെ പേര് ലിൻസി. ഞാൻ വയനാട്ടിൽ നിന്ന് പുൽപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 ഇവിടെ ആദ്യമായിട്ട് വന്നത്. അന്ന് പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ പിള്ളേരെയും കൂട്ടിയാണ് വന്നത്. അന്നിവിടെ വന്നപ്പോൾ ഉടമ്പടി എന്താണെന്ന് എങ്ങനെ എടുക്കണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്ന് എനിക്ക് അമ്മയാണ്. എനിക്ക് പെട്ടെന്ന് അവരെ എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സിനെ ഒന്നും കണ്ടില്ല. അവർ ഉടമ്പടി പുതുക്കാൻ പോയി. അപ്പോൾ എന്നോട് അമ്മ മാതാവ് പറയുന്ന പോലെ തോന്നി. ഞാനും പോയി ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്തതിൽ എനിക്ക് ആദ്യം കിട്ടിയ അനുഗ്രഹം, എൻ്റെ ഭർത്താവ്, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി. ഞാൻ വിവാഹം കഴിഞ്ഞ ശേഷം മുഴുവനായിട്ടും കുർബാനയിൽ പങ്കെടുക്കുന്നത്, എൻ്റെ ഭർത്താവ് മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എപ്പോഴും ഞങ്ങളോട് പള്ളിയിൽ വരും. പള്ളിയിൽ വന്നാലും ഒരു ബൈബിൾ വായനയുടെ സമയമാകുമ്പം പുള്ളി പുറത്തോട്ട് പോകും. പിന്നെ ആശീർവാദത്തിൻ്റെ സമയത്താണ് കയറി വരുന്നത്. ഞാൻ ഈ 3 മക്കളെയും കൊണ്ട് പള്ളിയിൽ പോയാൽ ഇവർ വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ ഇവരെ 3 ഒരാളും കൂടി ഉണ്ട്, ഇവരുടെ ഇളയത്, അവൾ +1 പഠിക്കുന്നു. 3 പേരും 2 വയസ്സിനും പ്രായമുള്ളവരാണ്. അപ്പം 3 പേരെയും പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ 3 പേരും വഴക്കുണ്ടാക്കുമായിരുന്നു. അപ്പം ഞാൻ തന്നെയാണ് ഇവരെ 3 പേരെയും ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ എനിക്ക് ആ സമയങ്ങളൊക്കെ ഒത്തിരി സങ്കടം വരും. ഞാൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഭർത്താവിനെ അന്വേഷിച്ച് ഞാൻ ടൗൺ വരെ പോകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ ഭർത്താവ് മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുക, എല്ലാ ഞായറാഴ്ചയിലും പള്ളിക്കുള്ളിൽ കയറി മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കാൻ അനുഗ്രഹം അമ്മ മാതാവ് കൊടുത്തു. അതുപോലെ ദിവസങ്ങൾ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകുമ്പോൾ എൻ്റെ കൂടെ പള്ളിയിൽ വരാനും ഉടമ്പടിയിലായിരിക്കുമ്പോൾ മുടങ്ങാതെ കുർബാനയിൽ പങ്കെടുക്കാനും ഒക്കെ എൻ്റെ കൂടെ വരാൻ അമ്മ മാതാവ് പിന്നെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലാണേലും ഞങ്ങളാരേലും കുടുംബ പ്രാർത്ഥന ചെല്ലാൻ താമസിക്കുവാണെങ്കിൽ പുള്ളി തന്നെ ഇങ്ങോട്ട് പറയും, നമുക്ക് കുരിശ് വരയ്ക്കുന്നില്ലേ, വല്ല പിള്ളേരെ വിളിക്കും, കുരിശ് വരയ്ക്കുക, പായട് നമുക്ക് കുരിശ് വരയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒത്തിരിയായി ആത്മീയതയിൽ വളരാൻ അമ്മ മാതാവ് അനുഗ്രഹം തന്നു. പിന്നെ രണ്ടാമത് എനിക്ക് തന്ന അനുഗ്രഹം, വർഷങ്ങളായിട്ട് ഞങ്ങളുടെ സ്ഥലം വിൽക്കാൻ കുറേ 5 വർഷത്തോളമായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ സ്ഥലം വിൽപ്പന നടക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം പെട്ടെന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഉള്ളിൽ നിന്ന് എന്നോട് ആരോ പറയുന്ന പോലെ തോന്നി പറമ്പിലൊന്ന് പോകാൻ. ഞാൻ അങ്ങനെ ഭർത്താവിനെയും കൂട്ടി പറമ്പിൽ പോയി. അപ്പം ഫോണിൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പറമ്പിൽ കൂടെ ഇങ്ങനെ നടന്നു. അതുപോലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശുരൂപം ഞാൻ പറമ്പിൽ കുഴിച്ചിടുകയും ഉപ്പ് വിതറുകയും ചെയ്തു. ഞാൻ പോയ ആ സമയത്ത് അതേ സമയം പിറ്റേ ദിവസം ഞങ്ങൾക്ക് എൻ്റെ ഭർത്താവിൻ്റെ സ്ഥലം വിറ്റതിൻ്റെ അഡ്വാൻസ് കൈ കിട്ടി. അത് മാതാവിന് ഞാൻ രണ്ടാമത് ഉടമ്പടി എടുത്ത് പുതുക്കിയതിൽ കിട്ടിയ ഒരു അനുഗ്രഹമാണ്. പെട്ടെന്ന് ഞങ്ങൾ ഒരു ആക്സിഡൻറ്റിൽ പെട്ടു. അതായത് ഞാനും പിള്ളേരും ഇങ്ങോട്ടേക്ക് പോരാൻ വേണ്ടി, കൃപാസനത്തിൽ പോരാൻ വേണ്ടിയും പിന്നെ എറണാകുളത്ത് ഒരാവശ്യത്തിന് വേണ്ടിയായിട്ട് ഞങ്ങൾ വരികയായിരുന്നു. ഞങ്ങൾക്കറിയില്ല അതെങ്ങനെയാണ് ആക്സിഡൻ്റ് ഉണ്ടായതെന്ന്. ഒരു ബൈക്ക് പറന്ന് വന്ന് ഞങ്ങളുടെ കാറിലോട്ട് ഇടിച്ചു കയറുകയാണ് ചെയ്തത്. അത് എങ്ങനെ വന്നു, ഇതിലേ വന്നെന്നൊന്നും എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം ഇങ്ങനൊരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. ഒരു സൈഡ് ഫുള്ള് തകർന്നു പോയി ഞങ്ങളുടെ കാറിൻ്റെ. അതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു ചില്ല് തെറിച്ചു പോലും മാതാവ് ഞങ്ങൾക്ക് ഒരു പരിക്കും ഏറ്റില്ല. മോളിരുന്ന സൈഡും ഭർത്താവ് ഇരുന്ന സൈഡും പൂർണ്ണമായിട്ടും തകർന്നു പോയി വണ്ടി. എന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ഫോറിൽ പോലും ഏൽക്കാതെ, അന്നൊക്കെ എൻ്റെ കയ്യിൽ എപ്പോഴും മാതാവിൻ്റെ ലോക്കറ്റും ഉണ്ടാവും. ഞാൻ കൊന്തയായിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ യാതൊരു ആപത്തും കൂടാതെ ഞങ്ങളെ മാതാവ് സംരക്ഷിച്ചു. പിന്നീട് ഉള്ളത് എൻ്റെ മക്കളാണ്. അവരുടെ പഠനമായിരുന്നു. ഞങ്ങളാരും, എനിക്കോ എൻ്റെ ഭർത്താവിനോ വലിയ വിദ്യാഭ്യാസം ഇല്ല. ഞങ്ങളൊരു മെഡിക്കൽ ഫീൽഡിൽ ആരും ഒരു അനുഭവമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഇവളും ചെറുപ്പത്തിൽ തുടങ്ങി പറയുമായിരുന്നു ഇവൾക്ക് ഡോക്ടറാകണമെന്ന്. ഞങ്ങളതൊക്കെ ആദ്യം അങ്ങ് തള്ളിക്കളഞ്ഞാലും പിന്നീട് വളർന്നു വരുമ്പോഴും ഇവൾ ആ ആഗ്രഹത്തിൽ തന്നെ ഉറച്ചു നിന്നു. അതിന് ഒത്തിരി കടമ്പകൾ കിടക്കണമായിരുന്നു. ഇവൾക്ക് എൻട്രൻസ് പാസ്സാകണമായിരുന്നു.
അപ്പോൾ ഇവൾ പറയുമായിരുന്നു എനിക്ക് പാലാ ബ്രില്യൻറ്റിൽ തന്നെ പോയി എൻട്രൻസ് പഠിക്കണമെന്ന്. +1 SLCക്ക് ഇവൾക്ക് മാർക്കുണ്ടായാലും +1 +2 സമയത്ത് കൊറോണ വന്നതും കാരണം ഇവരുടെ പഠനമൊക്കെ കുറച്ച് പുറകോട്ടായിരുന്നു. ഞാൻ എന്തായാലും ഇവിടെ SSLCയുടെയും +1ൻ്റെയും മാർക്ക് വെച്ച് ഞാൻ പാലാ ബ്രില്യൻറ്റിലേക്ക് അഡ്മിഷന് ആപ്ലിക്കേഷൻ കൊടുത്തു. +2ൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞ് ഒരിക്കൽ ഇവൾക്ക് മാർക്ക് കുറഞ്ഞായിരുന്നു. അപ്പം അവിടുന്ന് ജോണി സാറ് എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് ചോദിച്ചു ഇവൾക്ക് എങ്ങനെയാണ് അവിടെ അഡ്മിഷൻ കിട്ടിയതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അഡ്മിഷൻ അയച്ചതേ ഉള്ളൂ, അവിടെ നിന്ന് എന്തായാലും നിങ്ങൾ തന്നെയാണ് അപ്രൂവ് തന്നത്. മറ്റൊരു കുട്ടിക്ക് പോലും കിട്ടാത്ത രീതിയിൽ മാതാവ് ഇവൾക്ക് അവിടെ അഡ്മിഷൻ കൊടുത്ത് പഠിക്കാൻ അനുഗ്രഹിച്ചു. 2 പ്രാവശ്യം ഒരു ക്രാഷ് കോഴ്സിൽ പഠിച്ച് അവൾ പരീക്ഷ എഴുതിയാൽ അതിൽ അവൾക്ക് വിജയിക്കാൻ സാധിച്ചില്ല. 2ാമത്തെ പരീക്ഷയിൽ അവൾ നീറ്റ് എക്സാം പാസ്സായി. എന്നാൽ അവൾക്കൊരു മെഡിക്കൽ ഫീൽഡിലേക്ക് ഒരു ഡോക്ടർ ആകാനുള്ള യോഗ്യത അല്ലെങ്കിൽ മെറിറ്റിൽ കിട്ടിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ എന്തായാലും എന്നാൽ ഇവിടെ നേഴ്സിങ്ങിന് വിടാമെന്നൊക്കെ ഓർത്തുകൊണ്ട് പോയി ഒരു ഏജൻറ്റിനെ സമീപിച്ചു. ആ ഏജൻറ്റിൻ്റെ അടുത്ത് ചെന്നപ്പം പുള്ളി ഇവളെ സംസാരിച്ച് ചോദിച്ചു നിനക്ക് എന്ത് പഠിക്കാനാണ് ആഗ്രഹം. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഡോക്ടറാണെന്നും. അപ്പോൾ പുള്ളി ഇങ്ങോട്ട് ഓരോ BDSൻ്റെയും ആയുർവേദ കോഴ്സിൻ്റെയും ഹോമിയോയുടെയും ഒക്കെ പറഞ്ഞു. MBBSന് കിട്ടിയാലെന്നറിയാം. അപ്പോൾ എന്നാൽ പിന്നെ നിനക്ക് ഡോക്ടർ തന്നെ ആകാൻ BDSന് കിട്ടുമെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, അത് ഞങ്ങളൊരു നേഴ്സ് ആക്കണമെന്ന് മാത്രമേ ഇവളെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദൈവം എൻ്റെ പ്രാർത്ഥനയും ഞാൻ എപ്പോഴും ഉടമ്പടിയിൽ വെക്കുമായിരുന്നു. എനിക്കൊരാഗ്രഹമില്ല, അവളുടെ ആഗ്രഹം അതാണെങ്കിൽ മാതാവേ അത് ഹിതമാണെങ്കിൽ അവൾക്കത് സാധിച്ചു കൊടുക്കണമെന്ന് ഞാൻ ഓരോ ഉടമ്പടിയിലും എഴുതി വെക്കുമായിരുന്നു. മാതാവിൻ്റെ കൃപ കൊണ്ട് തിരുക്കുമാരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇവൾക്ക് ഇന്നൊരു ഡോക്ടറായി BDSൽ അവൾ വീരാജ്പേട്ടയിൽ പഠിക്കുവാണ് ഇപ്പോൾ ഫസ്റ്റ് ഇയർ. ഞങ്ങൾ പോലും ഇവളെ ഇന്ന് വരെ കോട്ടിട്ടിട്ട് നേരിട്ട് കണ്ടിട്ടില്ല. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇവളെ ഇവിടെ കൊണ്ടുവന്ന് ഈ കോട്ടിട്ട് മാതാവിൻ്റെ മുമ്പിൽ നിർത്തി സാക്ഷ്യം പറയണമെന്ന്. അതിനുവേണ്ടി ഇപ്പോൾ അവൾക്ക് ഒരു 2 ദിവസത്തെ ലീവ് കിട്ടിയപ്പോൾ ഞാനത് കൂട്ടിയെടുത്ത് ഞാൻ പറഞ്ഞു മോളെ നമുക്ക് ഇനിയൊക്കെ ഒക്ടോബറിൽ പരീക്ഷയാണ്, നിൻ്റെ ഫസ്റ്റ് ഇയറിൽ എക്സാമിന് മുമ്പ് നമുക്ക് മാതാവിൻ്റെ അടുത്ത് പോയി ലഭിച്ച അനുഗ്രഹം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ലീവ് എടുത്ത് മോൾ വന്നതാണ് ഞാൻ ഇന്നിവിടെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അതുപോലെ മോനാണേലും BPT കോഴ്സിന് പോകണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. BPT കോഴ്സ് എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി കോഴ്സ്. അവന് ഒത്തിരി കടമ്പകൾ കിടക്കണമായിരുന്നു. മെറിറ്റിൽ കിട്ടിയില്ലെങ്കിലും അവനൊരു എൻട്രൻസ് എക്സാം എഴുതി. എൻട്രൻസ് എക്സാം അവൾ എഴുതിയത് ബാംഗ്ലൂർ സെൻറ്റ് ജോൺസിലാണ്. സെൻറ്റ് ജോൺസിൽ ആരും പ്രതീക്ഷിച്ചില്ല. +2ന് ഫുൾ മാർക്കൊന്നും ഇല്ലായിരുന്നു. എന്നാലും പോയി എഴുതാൻ പറഞ്ഞു. മാതാവിൻ്റെ ലോക്കറ്റ് കൊടുത്ത് തൈലമൊക്കെ പുരട്ടി ഞാൻ ഇവനെ പറഞ്ഞു വിട്ടു. എക്സാം ഇവൻ എഴുതി. ഇവൻ 40 സീറ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അവിടെ അഡ്മിഷൻ കിട്ടി. അവൻ അടുത്ത മാസം 3-ാം തീയതി കോഴ്സിന് ചേരാൻ വേണ്ടി ബാംഗ്ലൂർക്ക് പോവുകയാണ്. ഞങ്ങളുടെ ഒരു യോഗ്യതയൊന്നുമല്ല, ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ്. അതായത് ഇവരെ മക്കളെ ഇങ്ങനെ ഇതിനൊക്കെ പഠിപ്പിക്കാൻ വിടുമ്പോൾ പലരും ഞങ്ങളെ പിന്തിരിപ്പിക്കാറേ ഉള്ളൂ. ഒത്തിരി പൈസയാകും, അല്ലെങ്കിൽ നേഴ്സിങ്ങിന് വിട്ടാൽ മതി, അങ്ങനെ പെട്ടെന്ന് ജോലി കിട്ടും, പിള്ളേർക്ക് പെട്ടെന്ന് സമ്പാദിക്കാനൊക്കെ അതാണ് നല്ലതെന്ന്. പഠിപ്പിക്കണ ഒത്തിരി സാമ്പത്തിക ചിലവുണ്ടെങ്കിൽ പോലും മക്കളുടെ ആഗ്രഹം എന്താണോ അത് ഞാൻ എപ്പോഴും മാതാവിനോട് ചോദിക്കും. മാതാവേ അവിടുന്ന് തിരുവിഷ്ടം നിറവേറണേ, ഞങ്ങൾക്ക് ഒരു യോഗ്യതയില്ല, മാതാവിൻ്റെ കൃപയും തിരുക്കുമാരൻ്റെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ എന്ന്. അങ്ങനെയാണ് മോനിപ്പം അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഇനി പറയാനുള്ള ഞാനിപ്പോൾ 4ാമത് ഉടമ്പടി പുതുക്കി, ഇന്ന് ഞാൻ 5ാമത് ഉടമ്പടി പുതുക്കി. എൻ്റെ ഭർത്താവിന് പെട്ടെന്ന് ഒരു ദിവസം നെഞ്ചുവേദനയുണ്ടായി. നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ ഞാനത് കാര്യമായിട്ടൊന്നും എടുത്തില്ല. ഞാൻ ഓർത്തു ഗ്യാസിൻ്റെ വല്ല പ്രശ്നമായിരിക്കുമെന്ന്. അപ്പോൾ പുൽപ്പള്ളിയിൽ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പം ഗ്യാസാണെന്നും പറഞ്ഞ് ഒരു ശനിയാഴ്ചയായിരുന്നു. ഞങ്ങളെ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് പറഞ്ഞു വിട്ടു. വീണ്ടും അതേ സമയം രാത്രിയിലാണ്, ഞായറാഴ്ച വീണ്ടും വേദനയുണ്ടായി. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് തനിയെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റിയല്ല. അപ്പോൾ അടുത്ത വീട്ടിൽ ആൻറ്റിയുടെ മോനുണ്ടായിരുന്നു, അവനെ കൂട്ടി ഞങ്ങൾ പുൽപ്പള്ളി ഹോസ്പിറ്റലിൽ തന്നെ പോയി.
തലേദിവസം ECG എടുത്തപ്പോഴും പിറ്റേ ദിവസം ECG എടുത്തപ്പോഴും യാതൊരു ECGയിലൊന്നും കാണുന്നില്ല. അപ്പം ഞായറാഴ്ച വേദന മാറുന്നില്ല. അപ്പം ഇഞ്ചക്ഷൻ വെക്കാൻ ഞരമ്പൊന്നും കിട്ടുന്നില്ല. പുള്ളി പെട്ടെന്ന് വേർക്കുകയൊക്കെയാണ്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങളെ എങ്ങോട്ടെങ്കിലും വീട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ പൊക്കോ, നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേഗം കൽപ്പറ്റയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു. അവിടുന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി. രാത്രിയിൽ ഞാനും ഭർത്താവും ആംബുലൻസ് ഡ്രൈവറും മാത്രമേ ഉള്ളൂ. പോകുന്ന വഴിക്ക് വീണ്ടും ഭർത്താവിന് വേദന കൂടി. എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയുന്നില്ല. ഞാൻ അങ്ങോട്ട് പേടിച്ചു പോയി. അപ്പം ഞാൻ എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ലോക്ക് ചൂരി ഞാൻ ഭർത്താവിൻ്റെ കഴുത്തിലിട്ടിട്ട് പറഞ്ഞു, മാതാവേ കാത്തോളിനെ ഒരാവത്തും കൂടാതെ ഞങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചേക്കണമെന്ന് പറഞ്ഞു. കൽപ്പറ്റയിൽ ഞങ്ങളെ എത്തിച്ചു. ICU കയറ്റി. അന്ന് രാത്രി മുഴുവൻ ഒബ്സർവേഷൻ കിടന്നു. പിറ്റേ ദിവസം ആൻജിയോഗ്രാം ചെയ്തപ്പം പറഞ്ഞു 4 ബ്ലോക്കാന്ന് പറഞ്ഞു. ഞാൻ ഷോക്കായിപ്പോയി. ഒരിക്കലും ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. പുള്ളി പണിയെടുത്ത് അധ്വാനിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ഒരു ബ്ലോക്ക് ഉണ്ടാവുമെന്ന് ഒരു പ്രതീക്ഷയില്ല. അവിടുന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു, ഇവിടെ പറ്റത്തില്ല, ബൈപ്പാസ് തന്നെ ചെയ്യണം, അപ്പം നിങ്ങൾ കോഴിക്കോടേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് നിങ്ങൾക്കറിയാം, വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് ഒരു രോഗീനെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് റിസ്ക്കാണ്. ഞങ്ങൾ ഇന്നലെയൊക്കെ വന്നപ്പോൾ പറയാം, അതുപോലെ ബ്ലോക്കായിരുന്നു. ഒരു തടസ്സവും കൂടാതെ, ഒരു ബ്ലോക്കിനും പെടാതെ 1.5 മണിക്കൂറിനുള്ളിൽ ഞങ്ങളെ കോഴിക്കോടേക്ക് എത്തിക്കാൻ മാതാവ് അനുഗ്രഹിച്ചു. വന്ന ശേഷം അവിടെ കടത്തുമ്പോൾ അവർ പറയും, ഒരു തൈലോ എണ്ണയോ ഒന്നും പുരട്ടെ, അവർ തരുന്ന മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, കൊടുക്കാവുള്ളൂ എന്ന്. പക്ഷെ ഞാൻ സർജറിയുടെ തലേദിവസവും അവരൊരു എണ്ണ തന്നു, സോപ്പ് തന്നു, അത് ഉപയോഗിച്ച് മാത്രമേ കുളിപ്പിക്കാവുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, സർജറിക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ആ നേരത്തും തൈലം ദേഹത്തും നെഞ്ചത്തും തലയിലെല്ലാം പുരട്ടി ഞാൻ അന്ന് സർജറിക്ക് കയറ്റി വിട്ടത്. സർജറി കഴിഞ്ഞ് ഇറക്കിയ ശേഷവും ആരും ഒരു സാധനവും എണ്ണയോ ഒന്നും തുടരുന്ന ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും വന്ന് പറയും. പക്ഷെ ഞാൻ അവരൊക്കെ പോയ ശേഷം മാതാവിൻ്റെ തൈലം എടുത്ത് ഞാൻ ഇതിലെല്ലാം പുരട്ടാവോ, നെഞ്ചത്ത് ഇവിടെയെല്ലാം കവർ ചെയ്ത് വെച്ചിരിക്കുക, എന്നാലും അതിലെല്ലാം ഞാൻ പുരട്ടി പ്രാർത്ഥിച്ചു. തേന് ഞാൻ കൊടുക്കുമായിരുന്നു. ഒരു കുഴപ്പമില്ലാതെ പുള്ളി ഇപ്പം പൂർണ്ണ ആരോഗ്യത്തോടെ 3 മാസമായി ഇരിക്കുന്നു. എല്ലാവരും അതിശയിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. സർജറി ബൈപ്പാസ് ചെയ്തിട്ടാണേലും വണ്ടി അത്യാവശ്യം ഓടിച്ച് അതിലൊക്കെ ചെറിയ പണിക്ക് ഇപ്പോൾ പോകാൻ തുടങ്ങി. ഇത്രയും ദൂരം യാത്ര ചെയ്ത് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്. ഇനി അടുത്തൊരു ഒപ്പീനിയൻ ഡോക്ടറിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഈ മാസം പോകേണ്ടതുണ്ട്. അതെല്ലാം അറിഞ്ഞിട്ട് വേണം എനിക്കിവിടെ കൊണ്ടുവന്ന് ഭർത്താവിനെ കൂട്ടി നന്ദി പറയാൻ. ഇത്രയും അനുഗ്രഹം തന്ന തിരുക്കുമാരനും അമ്മയ്ക്കും 1000 നന്ദി. വൃദ്ധമന്ദിരങ്ങളിലൊക്കെ പോകുമ്പം എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാനൊക്കെ പോകുമ്പം എൻ്റെ കൂടെ വരും, മേടിച്ച് തരും, കൊടുക്കാനൊക്കെ. ഇതൊക്കെ ഉടമ്പടിയിലായതുകൊണ്ട് മാത്രം സംഭവിച്ച, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെയ്യുന്നൊരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. പിന്നെ അതുപോലെ എന്നെ പറ്റുന്ന സഹായങ്ങൾ ഇവിടെ ആൾക്കാരെ കൊണ്ടുവരാൻ ഞാൻ ഒത്തിരി പേരെ കുടുംബത്തിൽ നിന്നും പുറത്തുനിന്നുള്ളവരോടൊക്കെ പറഞ്ഞ് ഇവിടെ വരാനും കൊണ്ടുവരാനൊക്കെ എനിക്ക് സാധിച്ചു. എൻ്റെ പേര് അലൈന. അമ്മ പറഞ്ഞ പോലെ മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ കോട്ടിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നതെന്നുള്ള വലിയൊരു വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്ന അമ്മ ആദ്യമൊക്കെ പ്രാർത്ഥിക്കാൻ വരുമ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എന്താണ് ഇവിടെ നടക്കുന്നത്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത് കൂടുതലും ഇവിടെയുള്ള മാതാവിനെക്കുറിച്ചും ഇവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ട്രോൾ ചെയ്ത് പറയുന്നതാണ്. അതുമാത്രം ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളൂ. എനിക്കൊരു വിശ്വാസവും ഇല്ലായിരുന്നു ഇവിടെ വരുന്നതിനെക്കുറിച്ചും. ഈ ഒരു 1.5 മാസം മുന്നേ എനിക്ക് ഫസ്റ്റ് ഇയർ തീരാറായി. ഞങ്ങളുടെ റെക്കോർഡ്സും കാര്യങ്ങളെല്ലാം മൊത്തം സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഈ 1 കൊല്ലം മൊത്തം കുത്തിയിരുന്ന് ചെയ്ത എൻ്റെ റെക്കോർഡ് കാണുന്നില്ല. എൻ്റെ റൂം മൊത്തം നോക്കി, ഹോസ്റ്റലിൽ നോക്കി, കോളേജിൽ നോക്കി, ടീച്ചേഴ്സിന് വല്ലതും കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ആർക്കെങ്കിലും എഴുതാൻ കൊടുത്തിട്ടുണ്ടോ, ഞാൻ മൊത്തം ചെയ്ത് നോക്കി. എവിടെയും ഒരു മനുഷ്യൻ്റെ അടുത്ത് കാണുന്നില്ല. എനിക്കാണ് ഭയങ്കര സങ്കടമായി. ഈ ഒരു കൊല്ലത്തെ മൊത്തം കുത്തിയിരുന്ന് എഴുതി തീർക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നൊരു പരിപാടിയല്ല. എന്ത് ചെയ്യണം എന്നറിയില്ല. ഞാനാണ് 2-3 ദിവസം മൊത്തം ഇരുന്ന് കരച്ചിലായി. അമ്മേനെ വിളിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ അമ്മ എന്നോട് പറയും, നീ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് നോക്ക്, നീ നടക്കുന്ന വഴിയും റൂമിലും എല്ലായിടത്തും ഉപ്പിട്ട് നീ പ്രാർത്ഥിച്ച് നോക്കണം, എവിടെയെങ്കിലും കിട്ടാതിരിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് ആദ്യത്തെ 2-3 ദിവസം ഒന്നും എനിക്ക് അമ്മ ഇതെല്ലാം തന്നു വിട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയില്ല.
3 ദിവസമായി ഇത് കാണുന്നില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അമ്മ എന്തായാലും പറഞ്ഞതല്ലേന്ന് വിചാരിച്ച് ഞാൻ അന്ന് റൂമിലും എൻ്റെ ഹോസ്റ്റലിലും എല്ലായിടത്തും ഉപ്പിട്ട് മാതാവിൻ്റെ പ്രത്യക്ഷ പ്രാർത്ഥന ഉണ്ട് എൻ്റെ കയ്യിൽ, അത് ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി നല്ല രീതിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വൈകുന്നേരം എൻ്റെ റൂമിൻ്റെ അടുത്തുള്ളൊരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഞാൻ ഇന്ന് എൻ്റെ ബുക്കെല്ലാം അടുക്കി വെച്ചപ്പം നിൻ്റെ റെക്കോർഡ് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്, നീ പേടിക്കേണ്ട, വേറെ എവിടെയും പോയിട്ടില്ല, എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് എനിക്കത് തിരിച്ചു കിട്ടിയെന്നുള്ളൊരു ഒറ്റ വിശ്വാസം എനിക്കുണ്ട്. എങ്ങനെയാണ് മാതാവിനത് പറഞ്ഞ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മാതാവിന് ഒരുപാട് നന്ദി ഞാൻ ഇന്ന് സമർപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഈ 2 മക്കളുടേതും സാക്ഷ്യം പറയാനും ഒപ്പം ജീവിത പങ്കാളിയുടെ സാക്ഷ്യം പറയാനുമാണ് ഇന്ന് ഈ ആലയത്തിലായിരിക്കുന്നതും. അത് വ്യക്തമായിട്ട് ഈ അമ്മ സാക്ഷ്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഒരു വിശ്വാസ കൈമാറ്റത്തിൻ്റെ ഒരു സാധ്യത ഉടമ്പടിയിലുണ്ട് എന്നുള്ളത്, കാരണം ഇവിടെ ഒരാളായിട്ടാണ് ഉടമ്പടി എടുക്കാൻ വരുന്നത്, തിരികെ വരുമ്പം കുടുംബമായിട്ടും അല്ലെങ്കിൽ ഒരുപാട് ആളുകളുമായിട്ടാണ് തിരികെ വരുന്നത്. അത് നമ്മൾ കൊണ്ടുവരുന്ന ആളുകൾ മാത്രമല്ല, അനുഭവമായിട്ടാണ് തിരികെ വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 2 മക്കളെയും ഈ ആൾക്കാരെ നിർത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഈ പ്രായത്തിലുള്ള മക്കളുള്ള മാതാപിതാക്കൾക്ക് വ്യക്തമായിട്ടറിയാം. കാരണം ഇവർ ആൾത്താരിൽ വരണമെങ്കിൽ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നിങ്ങൾ കൊടുത്ത വിശ്വാസത്തിൻ്റെ വളർച്ചയും, രണ്ടാമത്തത് വ്യക്തിപരമായിട്ട് അവർക്ക് കിട്ടിയ അനുഭവങ്ങളുമുണ്ട്. അപ്പോൾ ഈ മകള് അവളുടെ വ്യക്തിപരമായ അനുഭവത്തിലൊരു സാക്ഷ്യമാണ്. തുടക്കത്തിൽ എനിക്ക് അമ്മ പറയുന്നതിനോട് അത്ര താല്പര്യമില്ലായിരുന്നു, ഒരു പക്ഷേ പരിഹസിക്കുവാനായിട്ട് കണ്ടു തുടങ്ങിയ ട്രോളുകളാണ് എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ആ വ്യക്തിയെ തന്നെ പരിശുദ്ധ അമ്മ ഒരു വ്യക്തി വരെ, അപ്പോൾ നിങ്ങൾക്ക് വേണേൽ ചിന്തിക്കുക അത് റെക്കോർഡ് അവിടെ ഉണ്ടായിരിക്കും, ഇവിടെ അതൊന്നുമല്ല നമ്മുടെ വിഷയം. അതിപ്പം ദൈവത്തെ വിളിക്കാത്തവർക്കും ജോലി കിട്ടുന്നു അങ്ങനെയല്ല. ദൈവം നമ്മളോട് ഒരു വിഷയത്തിൽ ഇടപെട്ടു എന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു തലമുണ്ട്, ഒരു വിശ്വാസത്തിൻ്റെ അനുഭവതലം. അതൊരു കുടുംബത്തെയും വ്യക്തിയെയും വല്ലാതെ സ്വാധീനിക്കുകയും വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അത് ഈ കുടുംബത്തിൽ അത് മുഴുവനായിട്ട്, ഇപ്പം ആദ്യം പറഞ്ഞത് ജീവിത പങ്കാളിക്കുണ്ടായ നല്ല മാറ്റങ്ങളെക്കുറിച്ചും പ്രാർത്ഥനയുടെ വളർച്ചയെക്കുറിച്ചുമൊക്കെയാണ്. അത് പറയാൻ കാര്യം അത് നിയോഗമായിരുന്നതുകൊണ്ട്. അപ്പോൾ ഇത്രയും പ്രാർത്ഥനയിൽ വിശുദ്ധീകരിക്കപ്പെടുന്നു, ഒരു കുടുംബത്തിൽ നിന്ന് വ്യക്തമായിട്ട് പ്രകടമായിട്ട് അടയാളങ്ങളോട് മക്കളിലേക്ക് ഉടമ്പടി കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതിന് 2 പേർക്കും വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം വർദ്ധിക്കുന്നു. അപ്പോൾ ഇത് ഉടമ്പടിയിൽ നടക്കുന്ന വലിയൊരു അത്ഭുതം അതാണ്. അതും ജീവിതത്തിൽ ഇതുപോലെ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുള്ള അടയാളങ്ങളുള്ള, അതിനേക്കാളും മുപ്പറി ഈ വെച്ച് പ്രാർത്ഥിക്കാനും കൊണ്ടു നടന്ന് പ്രാർത്ഥിക്കാനും ഉടമ്പടി വസ്തുക്കൾ ഉള്ളത് മാത്രമല്ല, ഉള്ളത് ഒരു അനുഗ്രഹം. അത് ദൈവം അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ ദൈവം ആ പ്രാർത്ഥനയോടൊപ്പം സഞ്ചരിക്കുന്നതായിട്ട് അനേക സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ സ്ഥിരീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം വിശ്വാസത്തിൻ്റെ കൈമാറ്റം നടക്കുന്നതിന് പ്രതിയും ഒപ്പം ഈ മകൾ സഹോദരി വ്യക്തമായിട്ട് പറയുന്നുണ്ട്, തൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ദൈവം സാഹചര്യങ്ങൾ ഒരുക്കി ക്രമപ്പെടുത്തി ഈ വലിയ സന്ദേശത്തെ പ്രതിയും ഓരോ പ്രത്യേകിച്ച് ഇവർക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ ആഴത്തിന് എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.